എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം കുറയുന്നുണ്ടോ, ഇനി നിങ്ങൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഗ്രീൻ ആപ്പിൾ, അതായത് ഈ പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം കുറയുന്നുണ്ടോ? എന്തായിരിക്കും അതിന് കാരണം? ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റാരേക്കാളും മറ്റൊന്നിനേക്കാളും പ്രധാനപ്പെട്ട ആളായി, പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾ ആ വ്യക്തിക്ക് പ്രസക്തിയും നൽകുന്നു. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും ആ വ്യക്തി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും വിലമതിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ കരുതുകയൊക്കെ ചെയ്യുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ വ്യക്തിയുടെ സ്നേഹം അതുപോലെ തന്നെ ലഭിക്കാൻ ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ സ്നേഹം കുറയുന്നത്? പലപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോലും ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം മാത്രമാണ് ആ വ്യക്തിയുടെ സ്നേഹം കുറയുന്ന ആ ഒരു ട്രെൻഡ് പോലും നിങ്ങൾ അറിഞ്ഞത്. അത്രത്തോളം ആ വ്യക്തിയുടെ സ്നേഹത്തിലുണ്ടായ കുറവ് പോലും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ചിന്തിച്ച്, ഒരുപാട് പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ മാത്രമാണ് നിങ്ങൾ അറിയുന്നത് ആ വ്യക്തിയുടെ സ്നേഹത്തിൽ കുറവുണ്ടെന്നുള്ളത്. ആ വ്യക്തിയുടെ സ്നേഹം കുറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം നിങ്ങളൊരിക്കലും അത് അംഗീകരിക്കുകയുമില്ല. ആ വ്യക്തിയുടെ സ്നേഹം കുറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നുപോയത്. എത്ര പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നുപോയത്. അപ്പോഴൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചത് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കെപ്പോഴും വേണമെന്നാണ്. പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. ഒരുപാട് ഘട്ടങ്ങളിൽ, ഒരുപാട് സമയത്ത് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ സ്നേഹം ഇപ്രകാരം കുറയുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളറിയാത്ത ചില ആളുകൾ, നിങ്ങളറിയുന്നവരുമുണ്ട്, അറിയാത്തവരുമുണ്ട്, നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് ചില അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. അത് നിങ്ങളറിയുന്നത് വളരെ വൈകിയാണ്. അപ്പോഴേക്കും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് എന്നേക്കുമായി കുറഞ്ഞു പോകും. പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹം വർദ്ധിക്കുന്നതിൻ്റെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കും. അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങളെ പറ്റി ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ നുണയാണ്. ആ നുണ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ആ നുണ ഒരിക്കലും രക്ഷപ്പെടാനും അത് അധികകാലം നിലനിൽക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ പറയാതെ തന്നെ ആ നുണകൾ മനസ്സിലാകുകയും നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയും നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് നമ്മൾ പറയുന്നത്. ആ വ്യക്തിയുടെ സ്നേഹം കുറയുന്നില്ല, പക്ഷെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. അവരതിന് പല പടച്ചട്ടകളും അണിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയിലേക്കും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്കും എത്താതിരിക്കാനായിട്ട് അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ, നിരന്തരമായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട്. നിങ്ങൾക്ക് അക്കാര്യത്തിലൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ആ കാര്യത്തിലൊന്നും ചെയ്യുകയും വേണ്ട. പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് മുഴുവൻ അറിയുക പോലുമില്ല. പക്ഷെ എല്ലാം അറിയുന്ന ഒരു ആത്മീയ ശക്തിയുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി. ആ ശക്തി ഇതെല്ലാം കൃത്യമായി കാണുന്നുമുണ്ട്. ആ ശക്തി ഇതെല്ലാം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ മാത്രം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാനും കഴിയും. ഏതെല്ലാം തരത്തിലാണ്
നിങ്ങളുടെ സ്നേഹത്തെ തകർക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്, അത് കൃത്യമായി നിങ്ങളറിയും, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ആ മനസ്സിലാക്കൽ നിങ്ങളെ വളരെയധികം സഹായിക്കും. ഭാവിയിൽ നിങ്ങളെ തകർക്കാൻ കഴിയാത്ത രീതിയിൽ, നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ശക്തി വരും. ആ വ്യക്തിയുടെ സ്നേഹം അന്നൊന്നും നിങ്ങളിൽ നിന്ന് തടയാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ബാലിശമായി ചിലർ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ ശ്രമിച്ച് നോക്കുകയാണ്. പക്ഷെ അവരത് മണ്ടത്തരമാണ്. തടയും തോറും നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആ വ്യക്തിക്ക് അറിയാനും കൂടുതൽ കൂടുതൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തിയും ആത്മാർത്ഥതയുടെ അളവും ആ വ്യക്തിക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഒരുപക്ഷെ തടഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുക പോലും ഇല്ലായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സ്നേഹത്തിന് വളമാകുകയാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഇഷ്ടം, സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.